രാഷ്ട്രീയത്തെക്കാൾ മനുഷ്യത്വത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് ഇപ്പോഴത്തെ യുവതലമുറ എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇരുവൃക്കകളും തകരാറിലായ KSU പ്രവർത്തകന് SFIയുടെ സഹായഹസ്തം. കായംകുളം സ്വദേശിയും KSU കായംകുളം ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ മുഹമ്മദ് റാഫിക്ക് വേണ്ടിയാണ് SFI രംഗത്തിറങ്ങിയത്. റാഫിക്ക് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. നമ്മുടെ സഹോദരനാണ് എന്ന തലക്കെട്ടോടെ KSU ബാൻഡ് തലയിലണിഞ്ഞ റാഫിയുടെ ചിത്രം SFIയുടെ പോസ്റ്റിലുണ്ട്. റാഫിയുടെ ഇരുവൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായിരിക്കുകയാണ്. ഡയാലിസിസ് നടക്കുകയാണെന്നും വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശമെന്നും സഖാക്കൾ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. സാമ്പത്തികമായി തീർത്തും പിന്നോക്കാവസ്ഥയിൽ കഴിയുന്ന കുടുംബത്തിന് ശസ്ത്രക്രിയയും തുടർ ചികിത്സയുമായി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. സ്വന്തം ശാരീരിക പ്രശ്നങ്ങൾ പോലും മറന്ന് അഹോരാത്രം പ്രവർത്തിച്ച ഈ സഹോദരൻ ഇനി നമ്മോടൊപ്പം ഉണ്ടാകണം, ആരോഗ്യവാനായി. നമ്മുടെ ഓരോരുത്തരുടെയും കരുതലാവട്ടെ റാഫിയുടെ ജീവിതം എന്നും കുറിപ്പിൽ പറയുന്നു. എന്നാൽ റാഫിക്ക് ഒരു വൃക്ക ദാനം ചെയ്യാൻ മുൻ SFI നേതാവ് ഷാനവാസും രംഗത്തെത്തിയിട്ടുണ്ട്. കായംകുളം MSM കോളേജിലെ മുൻ ചെയർമാനാണ് ഷാനവാസ്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കണ്ണൂർ സ്വദേശി രഞ്ജിത്തും തിരുവനന്തപുരം സ്വദേശി അജു എന്നിവരും റാഫിക്ക് വൃക്കദാനം ചെയ്യാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. റാഫിയുടെ ഉമ്മ റിയാഹത്ത് വീട്ടുജോലിക്ക് പോകുന്നതാണ് വാടക വീട്ടിൽ കഴിയുന്ന കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം. റാഫിയുടെ ഇരു വൃക്കകളുടെയും പ്രവർത്തനം തകരാറിലായിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഡയാലിസിസ് നടക്കുകയാണ്. എന്നാൽ വൃക്ക മാറ്റിവെക്കുന്നതിന് വേണ്ടി ഡോക്ടർമാർ നിർദ്ദേശിച്ചത് 20 ലക്ഷം രൂപയാണ്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് SFIയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടിയുടെയും കൊടിയുടെയും നിറ വ്യത്യാസമില്ലാതെയാണ് ഇപ്പോൾ യുവതലമുറ ജനങ്ങളെ സമീപിക്കുന്നത്. അത് പുതിയൊരു തലമുറയുടെ നേട്ടം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ഡെസ്ക് TV സംസ്കാര.